ഞാൻ ചോദിക്കട്ടെടാ, ഇപ്പം നിനക്ക് അറിയാവുന്ന തരത്തില്ല, നിനക്ക് റഷ്യൻ ഇപ്പോൾ അറിയാവോ? നിനക്ക് റഷ്യ എവിടെയാണെന്ന് അറിയാവോടാ? വേൾഡ് മാപ്പിൽ റഷ്യ കാണിച്ചാൽ നിനക്ക് എവിടെയാണെന്ന് അറിയാവോടാ? നീ സ്കൂളിൽ പോയിട്ടുണ്ടോടാ? നീ ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റ് ആരാന്ന് നിനക്കറിയാവോടാ? നിനക്കറിയത്തില്ല. അത്രമാത്രം പമ്പര വിഡ്ഢികളായ, വിദ്യാഭ്യാസം ഇല്ലാത്ത, ബുദ്ധിയില്ലാത്ത, തൊപ്പി സായിപ്പ് പോലുള്ള അല്ലെങ്കിൽ വിക്കിത്തക്ക് പോലുള്ള പരമാണുങ്ങൾക്ക് ഈ പറഞ്ഞ അഖിൽമാരായിട്ട് സംസാരിക്കാൻ, ലൈൻ ലൈനിൽ സംസാരിക്കാൻ എന്ത് യോഗ്യത ഉള്ളത്? നിനക്കൊക്കെ എന്ത് പിന്നാക്കാടാ അറിയാവുന്നത്? നീ ആണോടാ മാരാരെ എതിർത്തോണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ നിന്നെ പോലുള്ള പരമാണുങ്ങളും പമ്പര വിഡ്ഢികൾ, സ്കൂളിൽ പോകാത്തവന്മാർ അഖിൽമാരോട് നിന്ന് സംസാരിക്കാനുള്ള, നേരെ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. നീയൊക്കെ കാരണമാണ് ശരിക്കും അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പരാജയപ്പെട്ടത്. കാരണം തന്നെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ തന്നെ പോലുള്ള ജെൻസി കിഡ്സ് തീർച്ചയായിട്ടും അപ്പനും അമ്മയും മരിച്ചാൽ പോലും അതും എനിക്ക് സ്വത്ത് കിട്ടുമെന്ന് സന്തോഷിക്കുന്നു എന്ന് കണക്ക് കൂട്ടുന്ന ആൾക്കാരാണ് എന്നെ പോലുള്ള വേറെ യൂണിവേഴ്സിലുള്ള വേറെ ആൾക്കാർ. ഞങ്ങളാരും നിന്റെ യൂണിവേഴ്സിൽ വരുന്നില്ലല്ലോ. ഞങ്ങളെ ബിഗ് ബോസ് യൂണിവേഴ്സിലോട്ട് നീ എന്തിനു വന്നു? അതുകൊണ്ടാണ് നിന്നെയൊക്കെ ഇത്രയും അതിശക്തമായി വിമർശിക്കാനുള്ള കാരണം. നിന്നെ പോലുള്ള എല്ലാ ജെൻസി കിഡ്സുകളും തെറ്റുകാരാണ് എന്ന് ഞാൻ പറയുന്നില്ല, നല്ലവരുമുണ്ട്. പക്ഷെ തന്നെ പോലുള്ളവരെ രണ്ട് പറഞ്ഞേ പറ്റൂ. താനൊക്കെ കാരണമാണ് അനീഷ് തോറ്റത്. കാരണം തന്നെ പോലുള്ളവരെ ക്യാരക്ടറും അങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരൊക്കെ ഇതിനകത്ത് വരുമ്പോഴത്തേന് ഇതിലെ പോലുള്ള ഫാമിലി പ്രഷർ, സീരിയൽ കാണുന്ന സാധാരണക്കാരായ അമ്മമാരും ആവറേജ് ആൾക്കാരും യൂത്തും കൊണ്ട് എല്ലാ ആൾക്കാരും പല പല യൂണിവേഴ്സിനകത്തുള്ള ഒരു കണക്ഷനാണ് ബിഗ് ബോസ് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ടോട്ടലി നീയൊക്കെ മനസ്സിലാക്കണം. നിന്നെ പോലുള്ള അലവലാദികൾ കാരണം, വാണങ്ങൾ കാരണം, കൊടൂര വാണങ്ങൾ കാരണം അനീഷ് തോറ്റു. ബെന്തക്കോസ് പാസ്റ്റർമാർ മാത്രം, അവരുടെ മാത്രം ക്ലബ് ഹൗസിലൊക്കെ പാരാത്രി 2 മണി 3 മണി വരെ പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട്. ആ യൂണിവേഴ്സിലുള്ള ഞാൻ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല. ഈ ബെന്തക്കോസ് പാസ്റ്റർമാരുടെ ആ യൂണിവേഴ്സിലുള്ളവരാരും തൊപ്പിയുടെ കാര്യത്തിൽ, കൊപ്പിയുടെ ഗെയിമിൽ ഇടപെടാൻ പോകുന്നില്ല. അവർ ആറാട്ടനെയോ ചെകുത്താനെയോ അല്ലെങ്കിൽ അലഞ്ചോസ് പെരേരയോ അട്ടായ അഭിലാഷിന്റെ കാര്യം ചർച്ച ചെയ്യാൻ അവർ പോകുന്നില്ല. ആ പാസ്റ്റർമാർ പോകുന്നില്ല. അവർ അവരുടെ കാര്യം നോക്കുകയാണ്. അവർ ബിഗ് ബോസിലെ യൂണിവേഴ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. വേദാന്ത യൂണിവേഴ്സ് ഉണ്ട്, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഫ്രീ തിങ്കേഴ്സിന്റെ യൂണിവേഴ്സ് ഉണ്ട്. വേദാന്ത ഫ്രീ തിങ്കേഴ്സ് മാത്രം പറയുന്ന ക്ലബ് ഹൗസിലെ ചർച്ചകളുണ്ട്. അതൊരു യൂണിവേഴ്സാണ്. അതല്ല ബിഗ് ബോസിന്റെ യൂണിവേഴ്സ്. അതല്ല ആറാട്ടണ്ണനും പെരേരയും അല്ലെങ്കിൽ ചെകുത്താനും അടങ്ങുന്ന കോമാളി യൂണിവേഴ്സ്. അതല്ല അശ്വന്തുവക്കും ഉണ്ണിമോനും ഷസാമും അടങ്ങുന്ന സിനിമാ റിവ്യൂസ് യൂണിവേഴ്സ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഡോക്ടർ സ്ട്രേഞ്ചും ലോക്കിങ്ങോട് സംസാരം നടന്നിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞായിരുന്നു പല പല യൂണിവേഴ്സുകൾ കൂട്ടിയിടിച്ചാൽ ഉണ്ടാകുന്ന ഭീമാകാരമായ ഭൂമിയുടെ നാശം